നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായി പാർട്ടി നൽകിയത് 17 കോടി രൂപയാണെന്ന് BJP. 68 സ്ഥാനാർത്ഥികൾക്ക് 25 ലക്ഷം രൂപ വീതം നൽകിയെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ വ്യക്തമാക്കി. മറ്റു ചെലവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ BJPയാണ് മുന്നിൽ. ഭരണം നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടി 23 സ്ഥാനാർത്ഥികൾക്കായി മൊത്തം 2.23 കോടി നൽകിയെന്നും കമ്മീഷന് നൽകിയ കണക്കുകളിൽ പറയുന്നു. ബാക്കി 57 സ്ഥാനാർത്ഥികൾക്ക് നൽകിയ പണത്തിന്റെ കണക്ക് ലഭ്യമാക്കിയിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വ്യക്തിഗതമായി തെരഞ്ഞെടുപ്പ് ചെലവിന് പണം നൽകിയില്ലെന്നാണ് അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് AAP 14.51 കോടി രൂപ ചെലവഴിച്ചു. ഒരു സീറ്റ് പോലും നേടാതിരുന്ന കോൺഗ്രസിന്റെ ചെലവ് 46.18 കോടി രൂപ. തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച് മുഴുവൻ കണക്കുകളും BJP നൽകിയിട്ടില്ല. മാധ്യമങ്ങളിൽ പരസ്യം നൽകിയതുൾപ്പെടെ പോസ്റ്ററുകൾക്കും നോട്ടീസുകൾക്കുമായി AAP ചെലവാക്കിയത് 12.12 കോടി. ഗൂഗിളിൽ പരസ്യം നൽകാൻ 2.24 കോടി. ഫേസ്ബുക്കിലെ പ്രചാരണത്തിന് 73.57 ലക്ഷം. മോത്തിനഗറിൽ BJPയോട് പരാജയപ്പെട്ട ശിവചരൺ ഗോയലിനാണ് AAP ഏറ്റവും കൂടുതൽ തുക നൽകിയത്, 39 ലക്ഷം. ന്യൂഡൽഹിയിൽ പർവേഷ് വർമ്മയോട് പരാജയപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് പാർട്ടി നൽകിയത് 10 ലക്ഷം. മുൻ മുഖ്യമന്ത്രി അതിഷിക്കും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കും 20 ലക്ഷം രൂപ വീതം. AAP മുൻ സംസ്ഥാന അധ്യക്ഷൻ ഗോപാൽ റായ്ക്ക് 24.75 ലക്ഷം. മുൻ മന്ത്രിമാരിൽ സൗരഭ് ധരജ്വാലിന് 22.8 ലക്ഷം. സത്യേന്ദ്ര ജെയിനിന് 23 ലക്ഷം. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പരസ്യപ്പെടുത്താൻ AAP ചെലവാക്കിയത് 16 ലക്ഷം. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യത്തിന് 5.94 കോടിയാണ് കോൺഗ്രസ് ചെലവാക്കിയത്. മാധ്യമങ്ങളിലെ പരസ്യത്തിനും SMS പ്രചാരണത്തിനും 17.93 കോടിയും പോസ്റ്ററുകൾക്കും പ്രചാരണത്തിനുമായി 18 കോടിയും ചെലവഴിച്ചു. താരപ്രചാരകർക്കായി 37,104 രൂപ മാത്രം. പ്രചാരണത്തിൽ വിതരണം ചെയ്ത ഗ്യാരണ്ടി കാർഡുകൾക്ക് 2.79 കോടി. ലൈവ് പ്രക്ഷേപണങ്ങൾക്ക് 20.11 ലക്ഷം. വാർത്താ സമ്മേളനങ്ങൾക്കായി 33,500 രൂപ. സ്ഥാനാർത്ഥിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിക്കാവുന്ന പരമാവധി തുക 40 ലക്ഷം രൂപയാണ്. അതേസമയം പാർട്ടിക്ക് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിനിയോഗിക്കാവുന്ന തുകയ്ക്ക് പരിധിയില്ല. അതേസമയം CPI സ്ഥാനാർത്ഥിയും മലയാളിയുമായ ഷിജോ വർഗീസ് കുര്യന് തെരഞ്ഞെടുപ്പ് ചെലവിന് പാർട്ടി നൽകിയത് 5,000 രൂപ മാത്രമാണ്. എന്നാൽ ഓഖ്ലയിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഇജാമുൽ ഹസന് 15,000 രൂപ നൽകി. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾക്കായി 3.2 ലക്ഷം രൂപയാണ് CPM നൽകിയത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.